പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ഇരിക്കൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാമാനം കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ അധികാരികളുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഇവിടെ ചിത്രീകരിക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനും കാണാം. അതിപുരാതന കാലം മുതലേ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് ശ്രീ മഹാമുനിക്കുന്ന് എന്ന പേരിലുള്ള മാമാനം കുന്നൻ ക്ഷേത്രം. ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നൽകാറുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ദിനം എന്ന് ഇവിടെ പറയപ്പെടുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ മാത്രമേ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കി ചരിത്രങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തരാൻ തിരക്ക് കാരണം ഇവർക്ക് സാധിച്ചില്ല. എന്തായാലും ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി. നല്ല നമസ്കാരം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് മറി കൊത്തൽ. അത് 3 തരമാണ് ഉള്ളത്. ഒന്ന് മറിമുട്ടൽ, ഒന്ന് മറികൊത്തൽ, ഒന്ന് മറികടക്കൽ. ഈ 3 രൂപത്തിൽ ചില ക്ഷേത്രങ്ങളിൽ ആ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമായ ഒന്നാണ് മറി നീക്കൽ. നമുക്ക് ആ ചടങ്ങ് ചിത്രീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതെ ഇരുന്നത്. ക്ഷേത്ര അധികാരികളുടെ അനുവാദം ലഭിച്ചെങ്കിലും സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആ കാഴ്ചകൾ കാണുവാൻ സാധിച്ചില്ല. ഇവിടെയാണ് മഹാദേവൻ സ്ഥിതി ചെയ്യുന്നത്.
ഇവിടുത്തെ ദേവി വടക്ക് വശത്താണ് നോക്കി ഇരിക്കുന്നതെന്ന് അറിയുക. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കുറച്ചും കൂടി കാണാനുണ്ട്. അത് കണ്ട് നമുക്ക് മടങ്ങാം. ഇവിടെ ശ്രീചക്രം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ അധികാരികൾ എന്നോട് പറഞ്ഞു. ഇവിടുത്തെ മഹാദേവൻ നോക്കിയിരിക്കുന്നത് കിഴക്ക് വശത്താണ്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടന്ന് ആ കാഴ്ചകൾ കണ്ട് മടങ്ങി വരാം. ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാം. താൽക്കാലികമായി ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് ഇപ്രകാരം മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു അവസരം നമുക്ക് ലഭിച്ചെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ചരിത്രങ്ങളും കഥകളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ധാരാളം ജനങ്ങളുടെ തിരക്കുള്ളതുകൊണ്ടായിരുന്നു അവിടുത്തെ അധികാരികൾക്ക് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുവാൻ സാധിക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞ് അബദ്ധത്തിലായി പോകണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ പോലും ഞാൻ പറയാതെ ഇരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം. ഇതും കൂടി ഞാൻ നിങ്ങൾ ഇവിടെ എന്താ പരിപാടി? ബി പി ഷുഗർ കൊളസ്ട്രോളിൻ്റെ ചെയ്യുന്നതാണല്ലേ? ഏതെങ്കിലും ക്ലിനിക്കിൻ്റെ കീഴിൽ ചെയ്യുന്നതല്ലേ? ആ സാധനം അതെ. കുറേ തുടങ്ങിയിട്ട് അതെ. ആ അതെ. വല്ലാണ്ട് ക്ഷീണം പിടിച്ചിന്. 5 മണി തുടങ്ങി ചായ കൊടുക്കുന്നുണ്ട്. എത്രയാണ് വേണ്ടത്? ആവാൻ പെണ്ണുങ്ങൾക്ക് മാത്രമേ വരൂ. ഇവിടുത്തെ ആണുങ്ങൾക്ക് നിങ്ങളെ പേരെന്താ? ഗ്രീഷ്മ അല്ലേ? ഇവിടെ തന്നെയാണോ? ഗ്രീഷ്മയല്ലേ? ആ മാസ്ക് ഇട്ടിട്ട് എന്തെല്ലോ പറയുന്നു. നിങ്ങളെ വീട് എവിടെയാ? മുണ്ടേരിയാ? എന്താ പേര്? അതെയോ? നിങ്ങൾ പറയുന്നത് ചൈനീസുകാർ വർത്താൻ പറഞ്ഞ പോലെ പോകുന്നു. ഈ മാസ്ക് ഇട്ടിട്ട്. മാസ്ക് ഇല്ലപ്പാ. അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതിനില്ല. വരും വരാനൊക്കൊന്നുമില്ല. ബുക്ക് തേച്ച് കൊടുത്തേ ഇവിടെ ആദ്യമുള്ള വയസ്സായ അവർ പോയിപ്പോയാ? അവരില്ല, വെച്ചു പോയാ? പോയി. രണ്ടുപേരാണ് ഇവിടെ ബുക്ക് നടത്തിയത് മുമ്പിട്ട്. നിങ്ങൾ ആരോ
എൻ്റെയാ എന്ത് വണ്ടിക്കും വിളിക്കാം. എന്താ നസീറിനാ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ. എന്ത് ചെയ്യുന്നു? ഞാൻ കുക്കിംഗ് ഷാർജയിൽ. ഓ അതെയാ, ഷാർജയിലാ? ഈ പരിപാടിൻ്റെ ചാനലുണ്ടോ? ആ ചാനലാണ്. കാണുന്നില്ലല്ലോ. ഉണ്ട്. പുണ്യയാത്ര അത് അടിച്ചു നോക്കിയാൽ മതി. നല്ല പരിപാടിക്ക് നിൽക്കുക, നല്ലത് നിൽക്കുക. നല്ല നിൽക്കുക. ഓ ശരി, പോയിട്ട് വാ. ഇത് കല്ലേരിയാല ആല പേരാലിഞ്ഞ ഇത് പേരാലാണ്. പേരാലിൻ്റെ അടിയിൽ പേരക്ക മരമുണ്ട്, അതിന് കൊണ്ട് പേരക്കയുണ്ടോ? ആ ഇത് നമ്മളെ പുതിയ 2 അതിഥികളാണ്. മാസ്ക് കഴിക്കപ്പോൾ നിങ്ങൾ തിരിയിട്ട് നിങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് ആളറിയണ്ടേ? അതിനോട് കുറേ കൂട്ടർ ചോദിച്ചിന് അതാരാന്ന് എന്താണെന്നല്ലോ വേണമെന്ന് ചോദിച്ചിട്ട്. ആ ക്ഷേത്രത്തിലെ 2 അന്തേവാസികളാണ്. എന്താ പേര്? സാന്ദ്ര ലിജേഷ്. ഒന്ന് മാസ്ക് കഴിക്കുക. ആ എവിടെ സ്ഥലം ശരിക്കും? ഞാൻ എൻ്റെ സ്വന്തം നാട് ഷൊർണൂരാണ്. ഷൊർണൂറാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വന്നതാണ്. കൊണ്ടുവന്നത് അല്ലേ? നിങ്ങളോ എന്ത് ചെയ്യും? നിങ്ങൾ ജോലി? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. അതെയാ? നിങ്ങളോ? ആ എന്താ വർക്ക്? ഞാൻ പ്രിൻ്ററിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അതെയാ? എവിടെ? ഇവിടെ തന്നെ തളാപ്പിൽ അല്ലേ? ഇത് നമ്മളെ 2 ഗസ്റ്റുകളാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഷൂട്ടിങ്ങിന് വരുന്ന മറ്റ് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ കൂടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. എവിടെ സ്ഥലം? കണ്ണൂർ കൂടാളിയില്ല? അമ്പലത്തിനടുത്താ? കൂടാളി അമ്മേനെ അങ്ങോട്ടാ? കൂടാളി അമ്മയെന്ന് പറഞ്ഞൊരു അമ്മ അടി ഉണ്ടല്ലോ. അത് കുമ്പത്തിൽ. ആ കുമ്പത്തിൽ. ആ അല്ല കൂടാളി അമ്മ തന്നെ. അത് വേറെ ഇത് വേറെ. സാമ്യമടത്തിൽ ആടെ അമ്മേൻ്റെ ഉണ്ടല്ലേ? ആ അതെ. അവിടെ മഴക്കാലം പോയി കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവുക. ഇപ്പം വെള്ളലേശം ഇല്ല, ഇപ്പം അതേ വെള്ളം തന്നെ ഉണ്ട് അല്ലേ? ആ വെള്ളം വീഴുന്ന തിരിയില്ല. അതെ, വീഴുന്ന തിരിയില്ല. അവിടെ ഗുഹയുണ്ട് അല്ലേ അതിൻ്റെ ഉള്ളിൽ? ഇപ്പം ഗുഹയില്ല. അതെ ഇപ്പം ഇല്ല. അതെ അവിടെ പിന്നെ കൊല്ലം നവമിക്കാന്ന് ഏറ്റവും വിശേഷം. അതെയാ? അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ പോകാൻ പറ്റും? അത് അത്ര ഗുഹ വഴിയില്ല. ആൾക്കാർ പേരുള്ളൂ. പക്ഷെ ആർക്കും അറിയില്ല ആ വെള്ളം ഇടുന്ന വരുന്നത് ആർക്കും അറിയില്ല. അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം ഇടുന്ന ഇതുവരെ അങ്ങോട്ട് നടന്നു പോയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെ അത് ശുദ്ധമായ വെള്ളൂ. അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ ഒന്നും മനസ്സിലാവില്ല. ഗുഹയല്ലേ? ഒരുപാട് കാലം സാമ്യമ്മയുടെ അമ്മ അല്ലെ? അങ്ങനെ ഞങ്ങൾ പറയല്ലേ? സാമ്യമ്മ പിന്നെ കുമ്പത്തിലാണ് അതിന്റെ കൂടാളി മെയിൻ നെയിം. പിന്നെ കുമ്പത്തിലാണ് അതിന്റെ ഉത്സവം ഇതെല്ലാം വരുന്നല്ലേ? സുബ്രഹ്മണ്യ സ്വാമിന്റെ ഇതാണല്ലേ? സുബ്രഹ്മണ്യം പണ്ട് കാലത്തെ ഉള്ള പണ്ട് പള്ളിക്കളം പോകും. അതെ. കൂടാളിയമ്മ ഫേമസ് അല്ലേ? വഴിക്കല് അമ്മ നടക്കുമ്പോൾ അടയിലെ ക്ഷേത്രം ഉണ്ടല്ലോ അമ്മക്ക്. ആ ഗുഹയായിട്ട് വേറെ സ്ഥലത്ത് ക്ഷേത്രമായിട്ട് ബന്ധമുണ്ട് അല്ലേ? അത് കുറേ ഭയങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു അല്ലേ? ശരി, കാണാം. നമസ്തേ. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം. ഞാൻ പോകുന്നതിന് മുമ്പിട്ട് 2 വാക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ ക്ഷേത്രങ്ങളിലും 6ഉം 7ഉം തവണ പോയിട്ടാണ് നമുക്ക് അവിടെ ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ അവിടുത്തെ അനുവാദം തരാനുള്ള അധികാരി അവിടെ ഉണ്ടായിന്ന് വരില്ല. അവിടുത്തെ ജീവനക്കാർ അത് സമ്മതിക്കുകയുമില്ല. ഭാരതത്തിൽ ഏത് സംസ്ഥാനത്ത് പോയാലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇങ്ങനെയുള്ളൊരു കുഴപ്പം ഞാൻ കാണുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ്
ഈ അനുവാദം നമുക്ക് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് എന്നെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ക്ഷേത്ര ഷൂട്ടിങ്ങിനും പോകുമ്പോൾ ധാരാളം പണച്ചെലവുകളും നമുക്ക് വരുന്നുണ്ട് എന്ന് അധികാരികൾ ഓർത്താൽ നല്ലത്. ഇതൊന്നും ആരും നമുക്ക് തന്നിട്ടല്ല ഞങ്ങൾ ഇങ്ങനൊരു ചിത്രീകരണത്തിനായി പുറപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ എന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. കേരളം മുതൽ കൈലാസം വരെ ഒരു തീർത്ഥയാത്രാ യജ്ഞം നടത്തണം, അതിൻ്റെ രേഖാമൂലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഗുരുനാഥൻ ഏൽപ്പിച്ച വലിയൊരു ദൗത്യം ഗുരുവിൻ്റെ വാക്ക് ധിക്കരിക്കാതെ പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ചിത്രീകരണത്തിനായി ഞാൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഈ പുണ്യയാത്ര ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഒരുപാട് അമാനുഷ്യവും അത്ഭുതകരവുമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അനേകം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്. പല അത്ഭുതങ്ങളുള്ള മഹാക്ഷേത്രങ്ങൾ. ആ ക്ഷേത്ര കാഴ്ചകൾ കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാനും ചില ക്ഷേത്രങ്ങളുടെ അവിടുത്തെ അധികാരികളുടെ പെരുമാറ്റം വല്ലാതെ എന്നെ പോലുള്ള ആൾക്കാരെ ഇങ്ങനെയാണ് വിഷമിപ്പിക്കുന്നെങ്കിൽ സാധാരണ പോലുള്ള ആൾക്കാരെ എപ്രകാരമായിരിക്കും അവർ വിഷമിപ്പിക്കുന്നത് എന്ന് കണ്ടാൽ മാത്രം മതി. ആൾക്കാർക്ക് എപ്രകാരമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഓർത്താൽ നല്ലത്. ക്ഷേത്രത്തിൽ വരുന്നത് അവിടുത്തെ ഭഗവാനെ പ്രാർത്ഥിക്കുവാനും അവരുടെ ഒരു സങ്കടങ്ങൾ പറയുവാനുമാണ്. അല്ലാതെ ഈ അധികാരികളുടെ ധാർഷ്ട്യം കാണുവാൻ വേണ്ടിയല്ലെന്ന് അറിയുക.